യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപനം ഇന്ത്യൻ ഓഹരി വിപണിയിൽ കനത്ത ഇടിവിന് കാരണമായി. ഈ മാസം 27-ന് തന്നെ തീരുവ പ്രഖ്യാപനം നടപ്പാക്കുമെന്ന ട്രംപിന്റെ ഉറച്ച നിലപാടിന് പിന്നാലെ നിഫ്റ്റിയും സെൻസെക്സും കൂപ്പുകുത്തി. വ്യാപാരത്തിന്റെ ആദ്യ മണിക്കൂറുകൾ തന്നെ നിഫ്റ്റിക്കും സെൻസെക്സിനും വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. BSE സെൻസെക്സ് 470 പോയിന്റ് താഴ്ന്നു. NSE നിഫ്റ്റി 150 പോയിന്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. FMCG, ബാങ്ക്, IT, എണ്ണവാതക മേഖലകളിലെ ഓഹരികൾ ഉൾപ്പെടെ നിഫ്റ്റിയിലെ എല്ലാ സെക്ടറുകളും കാര്യമായ നഷ്ടം നേരിട്ടു. വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദവും വിപണിയിലെ അനിശ്ചിതത്വവും ഇടിവിന്റെ ആക്കം കൂട്ടി. ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഡോളറിനെതിരെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. ഒരു ഡോളറിന് 87.44 രൂപ എന്ന നിരക്കിലാണ് നിലവിൽ വ്യാപാരം തുടരുന്നത്. ഇന്ന് മാത്രം 16 പൈസയുടെ ഇടിവാണ് രൂപയുടെ കാര്യത്തിൽ രേഖപ്പെടുത്തിയത്. ട്രംപിന്റെ തീരുവ ഭീഷണി, റഷ്യൻ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് ഇന്ത്യക്കെതിരായ US നിലപാട്, ആഗോള വിപണികളിലെ ചാഞ്ചാട്ടം എന്നിവ രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണമായി. അതേസമയം അമേരിക്കയെ ഭീഷണിയെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് അംബാസഡർ ഷു ഫെയ്ഹോ. US ദീർഘകാലമായി സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കിയെന്നും എന്നാൽ ഇപ്പോൾ താരിഫുകൾ വിലപേശിയുള്ള ഉപാധിയായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ 50% വരെ താരിഫ് ചുമത്തിയ US നീക്കത്തെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിശബ്ദത പാലിക്കുന്നത് ഭീഷണി ഉയർത്തുന്നവരെ കൂടുതൽ ധൈര്യശാലിയാക്കുമെന്നും ചൈന ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി തുറക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച ഷെയ്ഹോ ഇരു രാജ്യങ്ങളുടെയും വിപണികളിലെ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം വഴി വലിയ പുരോഗതി നേടാൻ കഴിയുമെന്നും പറഞ്ഞു. IT, സോഫ്റ്റ്വെയർ, ബയോമെഡിസിൻ എന്നിവയിൽ ഇന്ത്യക്ക് മികച്ച സാധ്യതകളുണ്ടെന്നും അതേസമയം ഇലക്ട്രോണിക്സ് നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, പുതിയ ഊർജ്ജം എന്നിവയിൽ ചൈന അതിവേഗം വളരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ രണ്ട് പ്രധാന വിപണികളും ഒന്നിച്ചാൽ ഒന്നിനൊപ്പം ഒന്നു ചേരുമ്പോൾ രണ്ടിൽ കൂടുതലുള്ള ബലം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ബിസിനസ്സുകൾ ചൈനയിൽ നിക്ഷേപം നടത്തണമെന്ന് ചൈന ആഗ്രഹിക്കുന്നതായും ചൈനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ നീതിയുക്തവും വിവേചനരഹിതവുമായ ബിസിനസ് അന്തരീക്ഷം ലഭിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുത്ത ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് US 50% താരിഫ് ചുമത്തിയിട്ടുണ്ട്. ഇതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് 25% താരിഫും അധിക പിഴയും ഉൾപ്പെടുന്നു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ, റഷ്യ, യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്നാണ് US വാദം. ഇരു രാജ്യങ്ങളും സൗഹാർദ്ദത്തിൽ കഴിയുന്നിടത്തോളം കാലം ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഏഷ്യൻ അത്ഭുതം നിലനിർത്താൻ കഴിയുമെന്നും US അപ്രമാദിത്വം, സംരക്ഷണം, ശക്തി രാഷ്ട്രീയം, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കാമെന്നും പറഞ്ഞു. അപ്രമാദിത്വം, സംരക്ഷണം, ശക്തി രാഷ്ട്രീയം, ഭീഷണിപ്പെടുത്തൽ എന്നിവയുടെ ഈ കാലഘട്ടത്തിൽ തുല്യവും ക്രമീകൃതവുമായ ബഹുദ്രുവ ലോകം പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വികസ്വര രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയും ചൈനയും മുൻകൈയെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. ചൈനയും ഇന്ത്യയും കൈകോർത്താൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിനും ആഗോള ദക്ഷിണ മേഖലയുടെ വികസനത്തിനും വലിയ പ്രതീക്ഷയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള US താരിഫുകൾ ഓഗസ്റ്റ് 27-ന് നിലവിൽ വരും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.